ആദ്യം അമ്മയും മോളും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണം. അവർ തമ്മിൽ എന്തൊക്കെ സംസാരിക്കുന്നു എന്ന് നോക്കണം. അതിന് നമ്മൾ നേരിട്ട് പോയാൽ പറ്റില്ല. മറഞ്ഞു നിന്ന് കാണണം, ഒളിഞ്ഞു നിന്ന് കേൾക്കണം. മാഡം, ഇതുവരെ സംഭവിച്ച പിഴവുകൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. മാലിക, മാഡം, എന്താ മാഡം, എന്ത് പറ്റി? ഒന്നുമില്ല മോളെ. സാധാരണ വരുന്ന സമയമായിട്ടും മോള് വരാതിരുന്നപ്പോ എന്തോ ഒരു പേടി പോലെ ഉള്ളില്. ഇതേ എന്റെ അമ്മയുടെ പേടിയാ. എന്റെ യശോദാമ്മ ഇങ്ങനെയാ. ചില നേരത്ത് എന്നെ കാത്തിരുന്നിട്ട് ഞാൻ അടുത്തേക്ക് എത്തുമ്പോ ആദ്യമായിട്ട് എന്നെ കാണുന്ന പോലെ എന്നെ ചേർത്ത് പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യും. അതിഷ്ടം കൊണ്ടല്ലേ? ഫിദ മാഡം മോളുടെ അമ്മ തന്നെയല്ലേ? ഇറങ്ങാൻ തുടങ്ങുമ്പോ കുറെ തടസ്സങ്ങളുണ്ടായി. എന്നോട് കണിമംഗലത്തെ മുത്തശ്ശിയാ പറഞ്ഞത്, വേണമെങ്കിൽ ഇന്നത്തെ ദിവസം ലീവ് എടുത്തോളാം. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ചത്. മോൾക്ക് നിർബന്ധമാണെങ്കിൽ തിരിച്ചു പൊയ്ക്കോ. ഞങ്ങൾ യാത്ര ക്യാൻസൽ ചെയ്തോളാം. അയ്യോ, അതെന്തിനാ? അതൊന്നും വേണ്ട. ഇനിയിപ്പോ ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. അത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യം ആയതുകൊണ്ട്. മാഡം പോയിക്കോളൂ. ഇവിടുത്തെ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട. ഈ ദുശകനങ്ങളൊക്കെ കാണുമ്പോ മനസ്സിന് വല്ലാതെ ടെൻഷനാവും. പക്ഷെ ഫിദ മാഡത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അതൊരൊറ്റ പോക്ക് അങ്ങോട്ട് പോയി. അതാണ് അമ്മ. പേടിച്ച നമ്മൾ ആദ്യം വിളിക്കുന്ന അമ്മയെന്നല്ലേ? അതങ്ങനെ വരൂ. ഒന്നിലും എന്റെ മോള് പേടിക്കണ്ട കേട്ടോ. അമ്മ കൂടെ ഉണ്ട്. അമ്മയ്ക്കും മകൾക്കും ഇടയിൽ ഒരു കറുത്ത വസ്ത്രമുണ്ട്. അതായത് രാധിക സ്വന്തം മകളാണെന്ന് ശ്യാമയ്ക്കറിയാം. പക്ഷേ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ശ്യാമയാണെന്നും ആ ശ്യാമ തന്റെ അമ്മയാണെന്നും രാധികയ്ക്കറിയില്ല. ഇത്രയും നാൾ കാത്തിരുന്നിട്ടും സ്വന്തം മകൾ അടുത്തെത്തിയിട്ടും എന്തുകൊണ്ടായിരിക്കും ശ്യാമ മാഡം ഇങ്ങനൊരു മാർഗം സ്വീകരിക്കുന്നത്? പേടി തന്നെ. ശ്യാമയുടെ മകളാണ് രാധികയെന്ന് പുറത്തറിഞ്ഞ ഭീഷണികൾ ഒരുപാടുണ്ടെന്ന് ശ്യാമയ്ക്കറിയാലോ. പാവം, സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അമ്മ ചെയ്യുന്ന ത്യാഗം. എനിക്കറിയേണ്ടത് മാഡം ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. മാലിന്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല മനസ്സുള്ള ആളുകൾ, ഉദാഹരണത്തിന് ശ്യാമയെ പോലുള്ളവർ, അവര് പല നല്ല കാര്യങ്ങളും ചെയ്യും. പക്ഷെ ആ കൂട്ടത്തിൽ
ഒരു കറുത്ത പുള്ളി ഇട്ടിട്ടുണ്ടാവും. അത് അവരുടെ ജീവിതത്തിലെ ദുരന്തോ. സ്വന്തം മകളെ കണ്ടിട്ടും ശ്യാമ മുഖത്തിടുന്ന ആ കറുത്ത വസ്ത്രമുണ്ടല്ലോ, അതുതന്നെ ആയിരിക്കണം ശ്യാമയുടെ ഗതികേട്. ഇത്രയും കാലം ശ്യാമ മുൻപെങ്ങോ ഒപ്പിട്ട ഒരു എഗ്രിമെന്റിന്റെ പേരില ശ്യാമയുടെ സമ്പത്ത് ഞാൻ നിയന്ത്രിച്ചിരുന്നത്. ഇതിപ്പോ മകള് ജീവിച്ചിരിപ്പുണ്ട്, അവൾക്ക് പ്രായപൂർത്തിയായി. മാലിനി എനിക്ക് ഇനി സ്വത്ത് കൈകാര്യം ചെയ്യണമെങ്കിൽ രാധിക ഒപ്പിട്ട് തരണം. അതെങ്ങനെയാ മാഡത്തിന് ഒപ്പിട്ട് തരുന്നത്? ഒറ്റയടിക്ക് നോക്കുമ്പോ ഒരിക്കലും നടക്കില്ല എന്ന് തോന്നും. പക്ഷേ നടത്തിയെടുക്കുന്നിടത്തല്ലേ നമ്മുടെ മിടുക്ക്. വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്? ആദ്യം അതിന്റെ മനസ്സിലൊന്ന് ഉറയ്ക്കട്ടെ, അതിനുശേഷം ഞാനത് മാലിനിയോട് പറയാം. കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ മാലിനി. ചെറിയൊരു അശ്രദ്ധ മതി ഉള്ളതൊക്കെ കളയാൻ. കേറ്. സി മിസ്റ്റർ വരുൺ, നമുക്ക് വേണമെങ്കിൽ ഇത് കേസ് കൊടുക്കാം, കോടതിയിലും എത്തിക്കാം. ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, ഒന്നും കിട്ടാനില്ല. മീഡിയക്കാർ വേണമെങ്കിൽ ഇത് ചർച്ചയാക്കും. ഫലം ഒരുപോലെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സമൂഹത്തിന് മുന്നിൽ നാണം കെടും. അല്ലാതെ ഏകപക്ഷീയമായി വരുണിന് കോടതി ഡിവോഴ്സ് അനുവദിച്ചു തരില്ല. വരുൺ കഴിക്കുന്നില്ലേ? ദേ എല്ലാരും ഭക്ഷണം കഴിക്കാനിരുന്നു. എനിക്കൊന്നും വേണ്ട. എന്താ വരുൺ, അച്ഛനും അമ്മയ്ക്കും വരുൺ കൂടെ ഇരുന്നാലല്ലേ തൃപ്തിയാവും. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തു പറ്റി? സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കോൾഡ് ആണല്ലോ, പനിയുണ്ടോ? ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ അങ്ങ് മനസ്സിലാക്കിയ പോരെ. നല്ല പനിയുണ്ട് വരുൺ. ഉണ്ടെങ്കിൽ ഞാനങ്ങ് സഹിച്ചോളാം. അസുഖം വന്നാ എന്തിനാ എന്നോട് ഇങ്ങനെ വാശി കാണിക്കുന്നേ? തന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, വേണ്ടാന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് പോവല്ലേ വേണ്ടേ? ഞാനും വരുണും ഭാര്യയും ഭർത്താവുവാ. നമുക്കിടയിൽ അങ്ങനത്തെ മര്യാദകളൊക്കെ വേണോ? കുറച്ചു കാലത്തേക്ക് കണിമംഗലത്ത് നിൽക്കുന്നതിന് കൃത്യമായിട്ട് പണം ചോദിച്ചു വാങ്ങി ഇടപാടുകൾ തീർത്ത് നിൽക്കുന്നവളാ നീ. അത് മറന്ന് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഈ പ്രേമ നാടകമുണ്ടല്ലോ, വെറുപ്പ് എനിക്കത് കാണുമ്പോ. വരുൺ, ഞാൻ ഇറങ്ങി പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? അവര് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? ഞാൻ ചത്തുപോയിന്ന് പറ. അതിന് അപ്പുറം ആരും ഒന്നും ചോദിക്കില്ലല്ലോ. ആശം. അസുഖം ഒന്ന് തീരുകയാണെങ്കിൽ തീരട്ടെ. ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് അതല്ലേ? മതി, വയ്ക്കട്ടെ. എന്താ മോളെ, വരുൺ വന്നില്ലേ? ഇല്ലമ്മേ, വരുൺ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ? വരുണിന് ജലദോഷം.
തൊട്ടു നോക്കിയപ്പോ നല്ല പനിയും ഉണ്ട്. അവൻ മരുന്നൊന്നും കഴിച്ചില്ലേ മോളെ? എവിടെ മുത്തശ്ശി? ഞാനൊന്ന് ദേഹത്ത് തൊട്ടു നോക്കിയതിന് എന്നോട് ബഹളം വെച്ചു. വരുണ് സുഖമില്ലാതായ എന്റെ മനസ്സ് വേദനിക്കില്ല, അതുപോലും മനസ്സിലാക്കിയില്ല. പരാതി ഒന്നും പറയണ്ട മോളെ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ കഴിക്കേ. ഞാനും വരാം പത്മിനി. എന്താണാവോ പറ്റിയത്? കുറച്ചേരം മുൻപ് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, എല്ലാരോടും ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതാ പറഞ്ഞേ. അസുഖം വരാൻ അധിക നേരം വല്ലതും വേണോ? അച്ഛൻ ഞാൻ കറി ഒഴിക്കാം. വേണ്ട, ഇനിയിപ്പോ അവര് വരട്ടെ. എന്താടാ, എന്തു പറ്റി? മോനെ, അയ്യോ, നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ. എൻ്റെ അമ്മ ദേഹത്ത് ചെറിയൊരു ചൂടേ ഉള്ളൂ. അതെൻ്റെ കഷ്ടകാലത്തിന് ഇയാളോടൊന്ന് പറഞ്ഞുപോയി. ഇത് ഇത്ര വലിയ കാര്യമാക്കുമെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പ്രശ്നമാക്കാതെ പിന്നെ ആരാ ഇതൊക്കെ നോക്കണ്ടേ? എടാ, തർക്കവും ബഹളവും ഒന്നും വേണ്ട. നീ ആ ബിജുവിനെയും കൂട്ടിയിട്ടെ ഡോക്ടറെ അടുത്തൊന്ന് പോവാൻ നോക്ക്. എൻ്റെ പൊന്നു മുത്തശ്ശി, ഈ ചെറിയ പനിയും വെച്ച് ഡോക്ടറെ അടുത്ത് ചെന്നാലേ ഡോക്ടർ വരെ കളിയാക്കത്തില്ലേ മുത്തശ്ശി? പിന്നെ ഡോക്ടർമാരെ അസുഖമായിട്ട് ചെല്ലുന്നവരെയൊക്കെ കളിയാക്കല്ലേ? ഞാൻ മരുന്നെടുക്കാം. ആ, ചുക്ക് കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. പത്മിനി, ഹോസ്പിറ്റലിൽ പോണോ മോനെ? വേണ്ട, ഇപ്പോഴത്തെ പനിയെ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നുമില്ല എൻ്റെ അമ്മേ. കൂടുതലാവും. അതെ. എന്തെങ്കിലും വന്ന് കഴിക്കടാ. വരുൺ, ഇത് പനിയുടെ മരുന്നാ, കഴിക്കേ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഡോക്ടർ അടുത്തും പോവില്ല, ഇവിടെയുള്ള മരുന്നും കഴിക്കില്ല. അതെ, എനിക്ക് കഴിക്കാൻ സൗകര്യമില്ല. നീ പോയേ. എന്താടാ ഇത്? കൊച്ചുകുട്ടികളെ പോലെ ഒരു വാശി. അച്ഛൻ, എനിക്ക് ഒന്നുമില്ല. എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇതിപ്പോ എല്ലാരും കൂടി ഇത്ര വലിയ പ്രശ്നമാക്കണോ? ഈ കുടുംബത്തിൽ ഇത് വലിയ പ്രശ്നമാ. നിനക്കിപ്പോ മരുന്ന് നിഷേധിക്കാൻ എന്താ കാരണം? അതൊന്ന് കേൾക്കട്ടെ. ഞാൻ എടുത്തു കൊടുത്തോണ്ട് തന്നെ. ആണോടാ? അച്ഛൻ, മരുന്ന് ഇവിടെ ഉണ്ടല്ലോ. വേണമെന്ന് തോന്നി ഞാൻ എടുത്ത് കഴിക്കില്ലേ? എല്ലാരും കൂടി ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ. അച്ഛാ, ഒന്നും കിടന്നുറങ്ങി കഴിഞ്ഞാൽ തീരുന്ന കാര്യമുള്ളൂ. ഞാൻ കിടന്നതാ. എന്നാ പിന്നെ അവൻ കിടന്നുറങ്ങട്ടെ. മോളെ, എന്ന് നീ മുത്തശ്ശിയുടെ മുറി കിടക്ക്. അയ്യോ വേണ്ടമ്മേ. അത് മതി. വല്ല പകർച്ചപ്പനിയും മറ്റോ ആണെങ്കിൽ അത് മോളും കൂടി മേടിച്ചെടുക്കണ്ട, അതുകൊണ്ടാ. കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ പേടിപ്പിച്ചെങ്കിലും അനുസരിപ്പിക്കാമായിരുന്നു. ഇതിപ്പോ അതിനും നിർവാഹമില്ലല്ലോ. ഞാൻ വന്നോളാം. മോനെ ചെല്ല്. ചെല്ലേ. എന്താടാ ഇത്ര ദേഷ്യമൊക്കെ? അസുഖം നിന്റെ ശരീരത്തിനല്ല, മനസ്സിന്. അതെനിക്ക് മനസ്സിലായി. നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും നടക്കില്ല മുത്തശ്ശി. എന്തു പറ്റും മോനെ? ഞാനേ ഇന്ന് അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു, പ്രേംഗിയായിട്ടുള്ള ഡിവോഴ്സിന്റെ കാര്യത്തിന്. കൃത്യമായ കാരണമില്ലാതെ ഡിവോഴ്സ് അനുവദിച്ച് കിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇനി അവളായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവാതെ എനിക്കൊരു ജീവിതമില്ല. വിഷമിക്കല്ലേടാ, ഈ കോടതിയൊന്നും അല്ലല്ലോ. ദൈവത്തിന്റെ കോടതിയിലല്ലേ എല്ലാത്തിനും പരിഹാരം നിർദ്ദേശിക്കാൻ. എനിക്ക് മടുത്തു മുത്തശ്ശി, എനിക്ക് മടുത്തു. എല്ലാം കൂടി ആലോചിക്കുമ്പം തലയ്ക്ക് വല്ലാത്തൊരു കനം. ഈ ചൂടും ജലദോഷമൊക്കെ അങ്ങനെ വന്നത്. ഭഗവാനെ, എന്തൊക്കെയാ കേൾക്കുന്നത്? ഡിവോഴ്സോ? അത് നടക്കില്ല എന്ന് പറഞ്ഞു നന്നായി.
ഞാനിപ്പോ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? പ്രിയങ്കയ്ക്ക് വേണ്ടിയോ അതോ വരുണിന് വേണ്ടിയോ? ഹലോ മാഡം. ആ, സോണിയ, നീ എവിടെയുണ്ട്? ഞാനിപ്പോൾ ടൗണിലാണ് മാഡം. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു പോകും. എന്തെങ്കിലും കാര്യമുണ്ടോ? ആ, ഉണ്ട്. ഓക്കെ മാഡം. സോണിയ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എവിടെയെങ്കിലും പിഴച്ചു പോയാ എന്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന കാര്യം. കുഴിച്ചു മൂടിയതൊക്കെ പുറത്തെടുക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. ബാക്കിയൊക്കെ ഞാൻ നേരിൽ പറയാം. ഓക്കെ? ഐശ്വര്യ, എന്താ ശ്യാമേ? എന്താ ഐശ്വര്യ? എന്താ കുഴിതോണ്ടി എടുക്കുന്ന കാര്യം പറയുന്ന കേട്ടല്ലോ ഫോണില്. ഓ, അതോ, എൻ്റെ ഒരു ഫ്രണ്ടാ വിളിച്ചത്. കോളേജിൽ ഒന്നിച്ച് പഠിച്ചിരുന്നൊരു ഫ്രണ്ട്. അവളോട് സംസാരിക്കുമ്പോ എപ്പോഴും ഇങ്ങനെയാ. എങ്ങനെ? നിങ്ങളെന്താ കോളേജിൽ പഠിക്കുമ്പോ കൊള്ളസംഗീതം എന്തെങ്കിലും നടത്തിയിരുന്നോ? അമൃതയടുത്ത് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഐശ്വര്യക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഐശ്വര്യ നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ. മുഖത്ത് നല്ല ടെൻഷനും. അതുകൊണ്ട് ചോദിച്ചതാ. എന്ത് ടെൻഷൻ? അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തിനാ ടെൻഷൻ? ഒന്നുമില്ല ശ്യാമേ, സത്യമായിട്ട് ഒന്നുമില്ല. ആ, ചെറിയൊരു തലവേദനയുണ്ട്. അതായിരിക്കും ചിലപ്പോ. നിങ്ങൾ പോയി കിടന്നോളൂ. തലവേദനയുടെ കാര്യമായതുകൊണ്ടേ സൂക്ഷിക്കണം ഐശ്വര്യ. ശ്യാമേ, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഉണ്ട്. ഐശ്വര്യയുടെ കാര്യമായതുകൊണ്ട് പ്രശ്നം എന്താന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും. ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ ഇടപെടുന്നു. ഇനി രാധിക മോളുടെ കാര്യമല്ലതും. ഏയ്, അതായിരിക്കാൻ സാധ്യതയൊന്നുമില്ല. തൽക്കാലം രാധിക ഐശ്വര്യ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ സൂക്ഷിക്കണം.
മോളുടെ കാര്യം ഒരിക്കലും ഐശ്വര്യടത്തെ അറിയരുത്. അറിഞ്ഞ പിന്നെ എന്റെ സമാധാനം മുഴുവൻ പോവും. ഐശ്വര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. അവളുടെ നീക്കങ്ങൾ കണ്ടാൽ അവളുടെ മുഖത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും.